ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ക്ലാസ് 10-ലെ കെമിക്കൽ റിയാക്ഷൻസ് എന്ന ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കും കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കുമായ റിഡോക്സ് എന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ക്ലാസ് 10 എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. എക്സാമിൽ എപ്പോഴും ചോദിക്കുന്ന ടോപ്പിക്കും കുട്ടികൾ എപ്പോഴും അതിൽ കൺഫ്യൂസ് ആവാറുമുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഓക്സിഡേഷൻ, റിഡക്ഷൻ. ഞാൻ പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കണം. ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ അഡീഷൻ ഓഫ് ഓക്സിജൻ ടു എ സബ്സ്റ്റൻസ്. അതായത് ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു സബ്സ്റ്റൻസിലേക്ക് ഓക്സിജൻ ആഡ് ചെയ്യുന്നു. റിഡക്ഷൻ എന്ന് വെച്ചാൽ റിമൂവൽ ഓഫ് ഓക്സിജൻ ഫ്രം എ സബ്സ്റ്റൻസ്. അതായത് ഒരു സബ്സ്റ്റൻസ് നിന്ന് നമ്മൾ ഓക്സിജൻ റിമൂവ് ചെയ്യുന്നു. ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓക്സിഡേഷനും റിഡക്ഷനും സിമ്പിളായി ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓക്സിഡേഷനിൽ വരുന്ന എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ ഞാൻ എന്താണ് പറഞ്ഞത്, ബേണിംഗ് ഓഫ് മെഗ്നീഷ്യം ആണ് നമ്മൾ എക്സാമ്പിളായി എടുത്തിരിക്കുന്നത്. അപ്പോൾ ബേണിംഗ് ഓഫ് മെഗ്നീഷ്യം. സോ മെഗ്നീഷ്യം in the presence of heat, if I am burning, then we will be getting മെഗ്നീഷ്യം ഓക്സൈഡ് അല്ലേ. സോ ഇയർ എന്താണ് നടക്കുന്നത്, മെഗ്നീഷ്യത്തിലേക്ക് നമ്മൾ ഓക്സിജൻ ആഡ് ചെയ്യുന്നു. സോ അഡീഷൻ ഓഫ് ഓക്സിജൻ എന്ന് വെച്ചാൽ എന്തുവാ, ഓക്സിഡേഷൻ. സോ ഇതാണ് ഒരു എക്സാമ്പിൾ, ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ്. സോ ജസ്റ്റ് നമ്മൾ മെഗ്നീഷ്യം എന്നൊരു മെറ്റൽ ഹീറ്റ് ചെയ്യുവാണ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. അതേപോലെ തന്നെ റിഡക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ ഓർക്കേണ്ടത്, റിമൂവൽ ഓഫ് ഓക്സിജൻ അല്ലേ. റിമൂവൽ ഓഫ് ഓക്സിജൻ എന്ന് വെച്ചാൽ ഒരു സബ്സ്റ്റൻസ് നിന്ന് നമ്മൾ ഓക്സിജൻ റിമൂവ് ചെയ്യുന്നു. അതിൽ വരുന്ന ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെർക്യൂറിക് ഓക്സൈഡ് ജസ്റ്റ് ഞാൻ ഹീറ്റ് ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, മെർക്യൂറി ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക പ്ലസ് ഓക്സിജൻ. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മെർക്യൂറി ഓക്സൈഡ് എന്താകുന്നു, ഓക്സിജൻ റിമൂവ് ആവുന്നു. സോ ഇവിടെ റിഡക്ഷൻ ആണ് നടക്കുന്നത്. സോ ഓക്സിഡേഷനും റിഡക്ഷനും. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് റിഡക്ഷനും ഓക്സിഡേഷനും നമ്മൾ ഒരുമിച്ച് നടക്കുമ്പോൾ അതിന് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഓക്സിഡേഷനും റിഡോക്ഷനും സൈമൾട്ടേനിയസ്ലി വെൻ ഇറ്റ് വിൽ ബി അക്കറിങ്. അതായത് ഒരുമിച്ച് നടക്കുമ്പോൾ നമ്മളതിനെ റിഡോക്സ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ ഓക്സിജൻ ആഡ് ചെയ്യുന്നു, റിഡക്ഷൻ എന്ന് വെച്ചാൽ ഓക്സിജൻ റിമൂവ് ചെയ്യുന്നു. സോ റിഡക്ഷനും ഓക്സിഡേഷനും ഒരുമിച്ച് നടക്കുമ്പോൾ സൈമൾട്ടേനിയസ്ലി വെൻ ഇറ്റ് വിൽ ബി അക്കറിങ്, അപ്പോൾ നമ്മൾ അതിനെന്ത് പറയും, ആ ടൈപ്പ് ഓഫ് റിയാക്ഷനാണ് നമ്മുടെ റിഡോക്സ് റിയാക്ഷൻ. സോ റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ വെൻ ഇറ്റ് ഈസ് ഹാപ്പനിങ് സൈമൾട്ടേനിയസ്ലി ഈസ് കോൾഡ് റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷനിൽ വളരെ ക്ലാസിക്കലായിട്ടും എപ്പോഴും എക്സാമിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. സോ കോപ്പർ ഓക്സൈഡ് ഹൈഡ്രോജനും റിയാക്ട് ചെയ്യുമ്പോൾ കോപ്പർ ഓക്സൈഡ് പ്ലസ് ഹൈഡ്രോജൻ റിയാക്ട് ചെയ്യുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് കോപ്പർ പ്ലസ് വാട്ടർ. സോ നമ്മുടെ ഇക്വേഷൻ ഓക്സിഡേഷൻ റിഡക്ഷനും പറഞ്ഞ് നമുക്ക് നോക്കാം. ഈ എലമെന്റ് ഒന്ന് ശ്രദ്ധിച്ചേ, ഈ ഒരു കോമ്പൗണ്ടിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, കോപ്പർ ഓക്സൈഡ് ഈസ് കൺവേർട്ടിങ് ഇൻ ടു കോപ്പർ. അതായത് റിമൂവൽ ഓഫ് ഓക്സിജൻ ആണ് ഇവിടെ നടക്കുന്നത്. റിമൂവൽ ഓഫ് ഓക്സിജൻ ഫ്രം കോപ്പർ ഓക്സൈഡ്. റിമൂവൽ ഓഫ് ഓക്സിജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഡക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. റിഡക്ഷൻ ആണ് നടക്കുന്നത്. സോ ഇനി നമുക്ക് ഹൈഡ്രോജൻ ശ്രദ്ധിക്കാം. ഹൈഡ്രോജന്റെ കേസിൽ എന്താ നടക്കുന്നത്, അഡീഷൻ ഓഫ് ഓക്സിജൻ. ഹൈഡ്രോജൻ H2 H2O കൺവേർട്ട് ആകുകയാണ്. അപ്പോൾ അഡീഷൻ ഓഫ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ. സോ ഈ ഒരു എക്സാമ്പിൾ എപ്പോഴും ചോദിക്കുന്നതാണ് എക്സാമിൽ. നമ്മൾ ഇത്ര മാത്രം ഓർത്ത് വെച്ചാൽ മതി, ഓക്സിഡേഷൻ റിഡക്ഷൻ. സോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയായിരിക്കും, ഏതായിരിക്കും ഓക്സിഡൈസ് അണ്ടർഗോ ചെയ്യുന്നത്, ഏതായിരിക്കും റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുന്നത്. സോ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓർത്ത് വെക്കാം. റിമൂവൽ ഓഫ് ഓക്സിജൻ റിമൂവ് ആകുമ്പോൾ റിഡക്ഷനും, അഡീഷൻ ഓഫ് ഓക്സിജൻ നടക്കുമ്പോൾ ഓക്സിഡേഷനുമാണ് നമുക്ക് നടക്കുന്നത്. ഈ കോപ്പർ ഓക്സൈഡ് ഫോം ചെയ്യുന്നത് ഒരു ബ്ലാക്ക് സബ്സ്റ്റൻസ് ആയിരിക്കും. ചിലപ്പോൾ കളറും നമുക്ക് എക്സാമിൽ ചോദിക്കാറുണ്ട്. സോ അടുത്തത് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുമ്പോൾ ഓക്സിഡൈസിങ് ഏജന്റ്, റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ രണ്ടുപേര് വരും. അതായത് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് ഓർത്ത് വെക്കണം. ചിലപ്പോൾ എക്സാമ്പിൾ ചോദിക്കാം, നമുക്ക് ഓക്സിഡൈസിങ് ഏജന്റ് എന്തായിരുന്നു ഈ ഒരു റിയാക്ഷനിൽ, വാട്ട് വിൽ ബി ദ ഓക്സിഡൈസിങ് ഏജന്റ്, അല്ലെങ്കിൽ എന്തായിരുന്നു റെഡ്യൂസിങ് ഏജന്റ്. സോ നമ്മൾ ഓർക്കേണ്ടത് ഇത്ര മാത്രമാണ്. ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് വെച്ചാൽ ദ സബ്സ്റ്റൻസ് വിച്ച് അണ്ടർഗോസ് റിഡക്ഷൻ. അതായത് ഏത് സബ്സ്റ്റൻസ് ആണോ റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുന്നത് അതായിരിക്കും നമ്മുടെ
ഓക്സിഡൈസിങ് ഏജന്റ്. അതേപോലെ തന്നെ ഏത് സബ്സ്റ്റൻസ് ആണ് ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുന്നത്, അതായിരിക്കും നമ്മുടെ റെഡ്യൂസിങ് ഏജന്റ്. സം മോർ എക്സാമ്പിൾസ്. സോ സിങ്ക് ഓക്സൈഡും കാർബണും റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം സിങ്ക് ഓക്സൈഡ് പ്ലസ് കാർബൺ വിൽ ഗീവ് സിങ്ക് പ്ലസ് കാർബൺ മോണോക്സൈഡ്. ഇവിടുത്തെ കേസിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സിങ്ക് ഓക്സൈഡ് എന്ന് എന്താണ് നടക്കുന്നത്, റിമൂവൽ ഓഫ് ഓക്സിജൻ. സോ റിമൂവൽ ഓഫ് ഓക്സിജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഡക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അതേപോലെ തന്നെ കാർബൺ ശ്രദ്ധിച്ചേ, കാർബണിലാണ് നടക്കുന്നത് അഡീഷൻ ഓഫ് ഓക്സിജൻ. അപ്പോൾ കാർബൺ ഈസ് ഓക്സിഡൈസ് ടു കാർബൺ മോണോക്സൈഡ്, സിങ്ക് ഓക്സൈഡ് ഈസ് റെഡ്യൂസ് ടു zinc. Next example, manganese dioxide and hydrochloric acid. So in this case HCl is oxidizing to chlorine gas and MnO2 അതായത് മാംഗനീസ് ഡയോക്സൈഡ് MnCl2 ആയിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെച്ചാൽ റിഡോക്സ് എന്ന ഈ ഒരു ടോപ്പിക് നമുക്ക് വളരെ സിമ്പിൾ ആയിരിക്കും. അതേപോലെ തന്നെ റിഡോക്സിന്റെ അല്ലെങ്കിൽ ഒരു ഓക്സിഡേഷന്റെ എവറിഡേ എഫക്ട്സ് ആണ്, എവറിഡേ ലൈഫിൽ നമുക്ക് നടക്കുന്ന കുറച്ച് എഫക്ട്സ് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കറോഷൻ എന്ന് പറഞ്ഞ സംഭവമാണ്. എന്താണ് കറോഷൻ? സോ മെറ്റൽസ് മോർ റിയാക്റ്റീവ് ആണ്, മെറ്റൽസ് റിയാക്റ്റീവ് ആണ്. ആ ഒരു കാരണം കൊണ്ട് മെറ്റൽ മോയ്സ്ചറായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ്, അതായത് കെമിക്കൽ പ്രോപ്പർട്ടീസ് സ്ലോലി ലൂസ് ചെയ്യപ്പെടും. അതിനെയാണ് നമ്മൾ കൊറോഷൻ എന്ന് പറയുന്നത്. സോ കൊറോഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് നമ്മുടെ അയൺ കൊറോഷനാണ്. അയൺ റസ്റ്റ് ചെയ്യുന്ന ആ ഒരു സംഭവമാണ് നമുക്ക് ഓർമ്മ വരിക. സോ അയൺ മാത്രമല്ല, അതേപോലെ തന്നെ കോപ്പർ റസ്റ്റ് ചെയ്യപ്പെടും. അതിന് നമ്മൾ ഒരു ഗ്രീൻ കോട്ടിങ്, കോപ്പറിലൊരു ഗ്രീൻ കോട്ടിങ് വരുന്നത് നമ്മളുടെ മെറ്റൽ അണ്ടർഗോയിങ്, അത് ഒരു കൊറോഷൻ്റെ എഫക്റ്റ് ആണ്. അതേപോലെ തന്നെ സിൽവറിൻ്റെ കേസിൽ ടാർണിഷിങ് ആവുന്ന ഒരു ബ്ലാക്ക് കളർ ഫോം ചെയ്യും. സോ ദാറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് കൊറോഷൻ. സോ അയണിൻ്റെ കേസിൽ അയൺ ഇറ്റ് വിൽ ബി ടേണിങ് ഇൻ ടു റസ്റ്റ്. സോ റസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ്. ലൈക്ക് ഇൻ ദ പ്രസൻസ് ഓഫ് മോയ്സ്ചർ ഇറ്റ് വിൽ ബി ടേണിങ് ഇൻ ടു Fe2O3.XH2O. അതായത് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡായിട്ട് അയൺ സ്ലോലി കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. അതിനെയാണ് നമ്മൾ റസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു എഫക്റ്റ് ആണ് റാൻസിഡിറ്റി എന്ന് പറയുന്നത്. സോ എന്താണ് റാൻസിഡിറ്റി നമുക്ക് നോക്കാം. സോ ഫുഡ് സബ്സ്റ്റൻസസ്, എസ്പെഷ്യലി ഫാറ്റ്സും ഓയിൽസും കണ്ടെയ്ൻ ചെയ്യുന്ന ഫുഡ് സബ്സ്റ്റൻസസ് നമ്മൾ മോയ്സ്ചറിലേക്ക് എക്സ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാഡ് സ്മെല്ല് വരും, അത് നമുക്ക് എഡിബിൾ ആവില്ല. സോ ആ ഒരു കേസിൽ നമ്മൾ ഒരു എക്സാമ്പിൾ, നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറഞ്ഞത്, ചിപ്സ് പാക്കറ്റിലൊക്കെ നമുക്കൊരു ഗ്യാസ് കാണും. അതായത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഹാവിങ് സം ഗ്യാസസ്. സോ ദർ ഒരു ഇനേർട്ട് ഗ്യാസ്, അതായത് നമ്മുടെ ഓക്സിജനായിട്ട് ലെവൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ദേ വിൽ ബി ഫ്ലഷിങ് നൈട്രോജൻ ഗ്യാസ്. ഇതും നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഏത് ഗ്യാസ്, വിച്ച് ഗ്യാസ് വിൽ ബി ഫ്ലഷ്ഡ് ഇൻ ദ ചിപ്സ് പാക്കറ്റ്? സോ യു ഹാവ് ടു റിമെമ്പർ നൈട്രോജൻ ഗ്യാസ് ആണ് നമുക്ക് അവിടെ ഫ്ലഷ് ചെയ്യപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ചിപ്സായിട്ട് നമ്മുടെ ഓക്സിജൻ കോണ്ടാക്ട് ആവാതിരിക്കാൻ, അവിടെ ഓക്സിഡേഷനാണ് നടക്കുന്നത്. കാരണം അഡീഷൻ ഓഫ് ഓക്സിജൻ ടു ദിസ് ഫുഡ് സബ്സ്റ്റൻസ് നടക്കുമ്പോൾ ഓക്സിഡേഷൻ. സോ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിൽ ബി ആഡിങ് സം ആൻറ്റി ഓക്സിഡൻസ്, അതായത് കുറച്ച് ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഡെഫിനേഷൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സബ്സ്റ്റൻസ്, നമ്മളൊരു സബ്സ്റ്റൻസ് വി ആർ ആഡിങ് ടു പ്രിവെൻറ്റ് ഓക്സിഡേഷൻ. അതായത് നമ്മളൊരു സബ്സ്റ്റൻസ്, അതായത് നൈട്രോജൻ ഗ്യാസോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ട്, BHA BHT എന്നൊക്കെ പറയുന്ന കുറച്ച് കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ട്. ഇതിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓക്സിഡേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ റസ്റ്റിംഗ്, അതായത് കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സം പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് കാണാം. ഫസ്റ്റ് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ പെയിൻറ് ചെയ്യും, അയൺ ആർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ പെയിൻറ് ചെയ്യും അല്ലെങ്കിൽ ഗ്രീസ് ചെയ്യും. എന്തുകൊണ്ടാണ്? ഓക്സിജൻ സപ്ലൈ കട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ഒരു ഓർത്ത് വെക്കേണ്ട ഒരു ടേം ആണ് നമ്മുടെ ഗാലവനൈസേഷൻ എന്ന് പറയുന്നത്. ഗാലവനൈസേഷൻ എന്ന് പറയുമ്പോൾ സിങ്ക് മെറ്റൽ, അതായത് മോർ റിയാക്റ്റീവ് ആണ്, അയണിനെക്കാട്ടും മോർ റിയാക്റ്റീവ് ആണ് നമ്മുടെ സിങ്ക് മെറ്റൽ എന്ന് പറയുന്നത്. സിങ്ക് മെറ്റലിനെ നമ്മൾ തിൻ ലെയർ ഓഫ് കോട്ടിങ് ചെയ്യുവാണ് അയൺ ആർട്ടിക്കിളുടെ മേലെ. സോ അപ്പോൾ നമ്മുടെ സിങ്ക് മെറ്റൽ റിയാക്ട് ചെയ്തിട്ട് അയണിനെ നമ്മൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യും. ആ ഒരു ടെക്നിക്കിനെ നമ്മൾ ഗാലവനൈസേഷൻ എന്നാണ് പറയുന്നത്. അതേപോലെ ഓക്സിജൻ കട്ട് ഓൺ ചെയ്യാൻ നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് ഉണ്ട്, ഫുഡ് ആയിക്കോട്ടെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റി ഓക്സിഡൻസ്, ഏതെങ്കിലും ആൻറ്റി ഓക്സിഡൻസ് ആഡ് ചെയ്യുന്നതോടെ നമുക്ക് ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് ഓക്സിഡൈസ് ആവുന്നതിലും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. സോ റാൻസിഡിറ്റി നമുക്ക് തടയാൻ പറ്റും. സോ നമ്മൾ ഇന്നെല്ലാം പഠിച്ച കാര്യം ഒന്ന് ക്വിക്കായിട്ട് റീക്യാപ്പ് ചെയ്യാം. സോ ഫസ്റ്റ് ഓക്സിഡേഷൻ. സോ ഇവിടെ ഓക്സിജൻ്റെ കേസിലും ഹൈഡ്രോജൻ്റെ കേസിലുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഗെയിൻ ഓഫ് ഓക്സിജൻ. ഓക്സിജൻ ഗെയിൻ ചെയ്യുമ്പോൾ ഓക്സിഡേഷൻ നടക്കും. ഹൈഡ്രോജൻ്റെ കേസിലാവുമ്പോൾ ലോസ് ചെയ്യുവാണ്. സോ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഓക്സിജൻ, ലോസ് ഓഫ് ഓക്സിജൻ, ദെൻ ഇറ്റ് ഈസ് റിഡക്ഷൻ. ഗെയിൻ ഓഫ് ഹൈഡ്രോജൻ, ദെൻ ഇറ്റ് ഈസ് റിഡക്ഷൻ. ഓക്സിഡൈസിങ് ഏജൻറ്റും റെഡ്യൂസിങ് ഏജൻറ്റും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഓക്സിഡൈസിങ്
ഓക്സിഡൈസിങ് ഏജൻറ്റ് ദ സബ്സ്റ്റൻസ് വിച്ച് അണ്ടർഗോസ് റിഡക്ഷൻ, റെഡ്യൂസിങ് ഏജൻറ്റ് ദ സബ്സ്റ്റൻസ് വിച്ച് അണ്ടർഗോസ് എന്താണ് ഓക്സിഡേഷൻ.